एनडीए शुरू गए 2014 से पहले दिल्ली में 10 साल तक लेफ्ट के समर्थन से कांग्रेस की सरकार चलती थी। उस दौरान केरला के किसानों या यहां के फिशरमैन के लिए ना लेफ्ट ने कुछ किया और ना ही कांग्रेस ने कुछ किया। दिल्ली में सरकार में बैठे थे तब भी नहीं किया। किसानों के नाम पर जो झूठे पैकेज घोषित होते थे उसका पैसा कांग्रेस और लेफ्ट के लोगों की जेब में पहुंच जाता था। किसान का पैसा किसान को मिले इसके लिए एनडीए की केंद्र सरकार ने पीएम किसान निधि शुरू की। इसे केरला के लाखों किसानों के अकाउंट में 13,000 करोड़ 13,000 करोड़ रुपए सीधे मेरे केरल के किसान भाई बहनों के खाते में जमा हुए हैं। एलडीएफ और यूडीएफ के लोग चाहकर भी इस पैसों को लूट नहीं सकते। പ്രിയപ്പെട്ടവരെ 2014 മുൻപുള്ള 10 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ള കോൺഗ്രസ് സർക്കാരായിരുന്നു കേന്ദ്രം ഭരിച്ചിരുന്നത്. ഈ കാലയളവിൽ കേരളത്തിലെ സാധാരണക്കാരായ കർഷകർക്കോ മത്സ്യത്തൊഴിലാളികൾക്കോ പ്രയോജനം കിട്ടുന്ന ഒരു കാര്യവും ഇടതുപക്ഷത്തിനോ സിപിഐഎമ്മിനോ കോൺഗ്രസിനോ അക്കാലത്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സർക്കാരിൽ ഇരുന്നപ്പോഴും ചെയ്തിട്ടില്ല, പിന്തുണ കൊടുക്കുന്ന കാലഘട്ടത്തിലും ചെയ്തിട്ടില്ല. കർഷകരുടെ പേരിൽ വ്യാജ വാഗ്ദാനങ്ങളും പാക്കേജുകളും മാത്രമായിരുന്നു അക്കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ടത്. കർഷകരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളുടെ മുഴുവൻ പണവും ഇടതു വലതു നേതാക്കളുടെ പോക്കറ്റിലേക്കാണ് അക്കാലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കർഷകരുടെ പണം അവർക്ക് തന്നെ കിട്ടണമെന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നിശ്ചയദാർഢ്യത്തെ തുടർന്ന് എൻഡിഎ സർക്കാർ രാജ്യത്തെ കർഷകർക്കായി കിസാൻ സമ്മാൻ നിധിയാണ് ഇന്ന് നടപ്പാക്കിയിട്ടുള്ളത്. ഈ പദ്ധതി മൂലം കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 13,000 കോടി രൂപയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചത്. ഈ പണം ഇന്ന് ഇടത് വലതു നേതാക്കൾ വിചാരിച്ചാൽ പോലും മോഷ്ടിക്കാൻ പറ്റത്തില്ല. ആ പറ്റാത്ത തരത്തിലേക്ക് കർഷകർക്ക് നേരിട്ട് പണം എത്തിച്ചിട്ടുണ്ട്.